ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഇപ്പോഴും കോൺഗ്രസിൻ്റെ എംപിയും നേതാവുമായിട്ടിരിക്കുന്ന പി ചിദംബരം രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ നടത്തിയത് ഈ പറയുന്ന ഹിമാചൽ പ്രദേശിലെ കസൗരി സാഹിത്യോത്സവത്തിലാണ്. അവിടെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ. ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ പുതിയ തലമുറക്കൊന്നും വലിയ പരിചയം കാണില്ല. 1984 സുവർണ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയൊക്കെ മോചിപ്പിക്കുന്നതിനും സിഖ് ഭീകരരെയൊക്കെ നേരിടുന്നതിനും വേണ്ടി ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള മിലിറ്ററി ഓപ്പറേഷൻ നടത്തിയതാണ്. ആ ഓപ്പറേഷൻ്റെ പേരാണ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓപ്പറേഷൻ തെറ്റായിരുന്നുവെന്നും ആ തെറ്റായതിൻ്റെ വലിയ വില ഇന്ദിരാഗാന്ധിക്ക് സ്വന്തം ജീവനായി കൊടുക്കേണ്ടി വന്നു എന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കൂടാതെ അതിനോടനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ മിസ്റ്റേക്ക് ഇന്ദിരാഗാന്ധിയുടെ മാത്രമായിരുന്നില്ല, പകരം ഇതൊരു കൾമിനേഷൻ ഓഫ് ആർമി, പോലീസ്, അതുപോലെ ഇൻ്റലിജൻസ്, സിവിൽ സർവീസ് ഇവരുടെ എല്ലാവരുടെയും കൂടി ഒരു ഉത്തരവാദിത്തമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി തീരുമാനങ്ങളുടെ ഇൻപുട്ട് കൊണ്ടാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ പോലും ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തേക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധിയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ദിരാഗാന്ധി നടത്തിയിട്ടുള്ള വലിയ തെറ്റായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ തന്നെ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം തന്നെ നമുക്കറിയാം ഗവൺമെൻറ് കണക്കുകൾ പ്രകാരം തന്നെ സിഖുകാരായിട്ടുള്ള ആളുകൾ 1700ഓളം പേർ കൊല്ലപ്പെട്ടു. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം 1700 എന്ന് പറഞ്ഞാൽ ചെറിയ ഫിഗറാണ്. 5000 വരെ ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന കണക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സുവർണ ക്ഷേത്രത്തിൻ്റെ ആക്രമണം അതിനുശേഷമാണ് സിഖുകാരായിട്ടുള്ള 2 പേരുടെ വെടിയേറ്റ് ഇന്ദിരാഗാന്ധി തന്നെ മരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവവികാസമാണ്. ആ കാര്യത്തിൽ ഇന്ദിരാഗാന്ധിക്ക് തെറ്റുപറ്റി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇത് ഇപ്പോഴും കോൺഗ്രസ്സുകാരൻ തന്നെയായിട്ടുള്ള പി ചിദംബരം പറഞ്ഞേക്കുന്നത്. ഇതിന് തൊട്ടു മുമ്പും ഇദ്ദേഹം ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയിരുന്നു. ആ പ്രസ്താവന എന്ന് പറയുന്നത് ഈ ഇന്ത്യ 2008 മുംബൈ അറ്റാക്ക് ഉണ്ടായ സമയത്ത് ഇന്ത്യ തിരിച്ചടിക്കാൻ വേണ്ടി തീരുമാനിച്ചുവെന്നും, പക്ഷെ തിരിച്ചടിക്കാതിരുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യക്കെതിരെ മറ്റൊരു രാജ്യത്തിൻ്റെ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായി അനലൈസ് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഇപ്പോൾ BJPയുടെ കയ്യിലേക്ക് വടി കൊടുത്തേക്കാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. കാരണം കിരൺ റിജിജു എന്ന് പറയുന്ന BJPയുടെ നേതാവും കേന്ദ്രമന്ത്രിയും തന്നെ വന്ന് പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ വൈകിപ്പോയി എന്നാണ് പറഞ്ഞേക്കുന്നത്. കൂടാതെ അദ്ദേഹം മറ്റൊരു രാജ്യത്തിൻ്റെ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന് പറഞ്ഞേക്കുന്നതിൽ ഏത് രാജ്യമാണ് എന്ന് വെളിപ്പെടുത്തണമെന്നാണ് പ്രധാനമന്ത്രി കൂടി പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ചൂടേറിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഈ പറയുന്ന പി ചിദംബരവും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള കാർത്തി ചിദംബരത്തിനുമെതിരെ നിരവധി കേസുകളുണ്ട്. 2007 മുതൽ തുടങ്ങിയിട്ടുള്ള INX മീഡിയ കേസിൽ ഏതാണ്ട് 300 കോടിയിലധികം വരുന്ന FCR വയലേഷൻ്റെയും അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വയലേഷൻ്റെയും ഒക്കെ കേസുകൾ അദ്ദേഹത്തിനെതിരെയുണ്ട്. ആ കേസുകളിൽ ചിലതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്യപൂർവമായി 106 ദിവസങ്ങളിൽ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. നിങ്ങളൊക്കെ ഒരുപക്ഷെ പഴയ ആളുകളൊക്കെ തന്നെ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടാവും. കാരണം അദ്ദേഹത്തിൻ്റെ മതിൽ ചാടിക്കടന്നുകൊണ്ടാണ് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് അകത്തെത്തിയത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ജനൽ വഴിയോ അല്ലെങ്കിൽ അപ്പുറത്തെ അടുക്കള വഴിയോ ഓടിക്കളയും എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, പകരം മാക്സിമം അപമാനിക്കാൻ ഉദ്ദേശിച്ച് തന്നെയാണ് അന്ന് ഗേറ്റ് ചാടിക്കിടന്ന് ഗേറ്റ് തുറക്കാത്തതുകൊണ്ട് മതിൽ ചാടിക്കിടന്നൊക്കെ അപ്പുറത്തേക്ക് എത്തിയത് എന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആയിരുന്നിട്ടുള്ള ഒരാളാണ്, ഇന്ത്യയുടെ ധനമന്ത്രി ആയിരുന്നിട്ടുള്ള ഒരാളാണ്, അത്തരത്തിലുള്ള വലിയ പോർട്ട്ഫോളിയോകൾ വഹിച്ചിരുന്ന ഒരാളാണ്. കൂടാതെ അദ്ദേഹം വലിയ സമ്പന്നനായിട്ടുള്ള ഒരാളാണ്, കൊടികെട്ടിയ വക്കീലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ നളിനി ചിദംബരമൊക്കെ തന്നെ അറിയപ്പെടുന്ന ലോയറാണ് ഇന്ത്യയിൽ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ രണ്ട് കേസുകളിലും യഥാർത്ഥത്തിൽ സംഭവിച്ചേക്കുന്ന രണ്ട് കാര്യവും അദ്ദേഹം പറഞ്ഞത് കറക്റ്റായിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിലൊന്നാമത്തെ കാര്യം നമുക്ക് എടുക്കാം. അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിലുള്ള സമ്മർദ്ദമുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ. ആ രാജ്യം മറ്റൊരു ഒന്നുമല്ല, അത് US ആണ്. അന്ന് തന്നെ അവിടുത്തെ ഫോറിൻ സെക്രട്ടറി ആയിട്ടുള്ള കൊണ്ടോലിസ റൈസ് അവർ യഥാർത്ഥത്തിൽ ഇവിടെ പറന്നെത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ ഫോറിൻ മിനിസ്റ്ററാണ് അവിടുത്തെ. അവരിവിടെ പറന്നെത്തുകയും ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവരെത്തുകയും അവർ ഈ നമ്മുടെ വലിയ നേതാക്കന്മാരെയൊക്കെ തന്നെ കാണുകയും പ്രണബ് കുമാർ മുഖർജി എന്ന് പറഞ്ഞ വിദേശകാര്യമന്ത്രിയൊക്കെ കാണുകയും അവരോടൊന്നും തന്നെ പാകിസ്ഥാനെ തിരിച്ചടിക്കരുത് എന്ന് പറയുകയും ഒക്കെ ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് തിരിച്ചടിക്കാതിരുന്നത്. ഇപ്പോൾ മോദി ആകുമ്പോൾ തിരിച്ചടിക്കുന്നു എന്ന് പറയുന്ന, ഞങ്ങളത്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടില്ല എന്ന് പറയുന്ന ഒരു വലിയ വാദമുയർത്താൻ മോദിക്കൊക്കെ അവസരം ഒരുക്കുന്ന ഒരു കമൻ്റാണ് പി ചിദംബരം നടത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിന് 80 വയസ്സ് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇനി 80 വയസ്സ് വരെയൊക്കെ ജീവിച്ചില്ല. ഇനിയിപ്പോൾ സത്യം പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണെന്ന് നമുക്കറിയില്ല.
എന്താണെങ്കിലും അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. പക്ഷേ ഇപ്പം അത് വലിയ തോതിൽ വിഷയമായിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് BJPക്ക് വലിയ തോതിലുള്ള ഡിഫൻസ് നിരത്തിയിരിക്കുന്നു. കാരണം ഓപ്പറേഷൻ സിന്ദൂരിൻ്റെയൊക്കെ കാര്യത്തിൽ ചെറിയ ചില തിരിച്ചടികൾ പറ്റിക്കൊണ്ടിരുന്ന BJPക്ക് രാഷ്ട്രീയമായി ഒരു മേൽക്കൈ നേടുന്നതിനെ സഹായിച്ചു. ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നേരത്തെ നടത്തിയ ഒരാളുടെ പേര് കൂടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പേര് ശശി തരൂർ എന്നാണ്. ഏതാണ്ട് അതേ ലെവലിലേക്ക് പി ചിദംബരവും നീങ്ങുന്നു എന്നാണ് പറയാനുള്ളത്. ഇതിൻ്റെ മറ്റൊരു രാഷ്ട്രീയ വശം ഇത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഈ പറയുന്ന ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻസിലാണ്. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻസിൻ്റെ കാര്യത്തിൽ ഈ ഓപ്പറേഷൻ തെറ്റായി പോയി, അതൊരു റോങ് ആയിട്ടുള്ള വഴിയായിരുന്നു ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ഈ സുവർണക്ഷേത്രം വിമോചിപ്പിക്കാൻ. പകരം അദ്ദേഹം പറയുന്നത് ഒരു കുറച്ച് കൊല്ലങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ 2-4 കൊല്ലങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ നമ്മളൊരു ബ്ലാക്ക് തണ്ടർ എന്ന് പറയുന്ന മറ്റൊരു ഓപ്പറേഷൻ കൂടി നടത്തി. അപ്പോൾ ആ വഴിയായിരുന്നു കുറച്ചുകൂടി ശരി എന്നു കൂടിയാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ഈ ബ്ലാക്ക് തണ്ടർ ഓപ്പറേഷനിൽ അന്ന് ആൻറ്റി ടെററിസ്റ്റ് കോഡും അതുപോലെ BSFും പോലെയുള്ള ആളുകൾ മാത്രമാണ് പങ്കെടുത്തത്. പക്ഷെ മറ്റത് നിങ്ങൾ അറിയേണ്ടത് അത് സുവർണക്ഷേത്രത്തിൻ്റെ സാങ്ക്ടിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ വിശുദ്ധതയോ ഒന്നും തൊടാൻ അതിനൊന്നും വലിയ ഭംഗം വരുത്താതെയുള്ള ഒരു ഓപ്പറേഷൻ ആണെന്ന് നടത്തിയിരുന്നതെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഈ പറയുന്ന ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതൊരു ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള മിലിറ്ററി ഓപ്പറേഷൻ തന്നെ ആയിരുന്നു എന്ന് നിങ്ങളെല്ലാവരും അറിയണം. ഇത് പറയുമ്പോൾ നിങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ ഒരു ചരിത്രം മറന്നു പോകരുത്. മിസോറാം പോലെയുള്ള ചില മേഖലകളിലേക്ക് ഇന്ത്യയിലെ തന്നെ ചില മിലിറ്റൻ്റ് ആയിട്ടുള്ള ഫ്രിഞ്ച് എലമെൻറ്റ്സ് ആയിട്ടുള്ള ഗ്രൂപ്പുകളുടെ ഇടക്കോട്ടൊക്കെ തന്നെ വലിയ തോതിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. എന്ന് പറഞ്ഞാൽ എയർഫോഴ്സിനെ ഉപയോഗിച്ച് കൊണ്ടുപോലും ആക്രമണം നടത്തിയിട്ടുണ്ട്. സാധാരണ ഒരു രാജ്യത്തിനകത്തുള്ള പ്രശ്നങ്ങളിൽ കഴിയുന്നത്ര ഒരു രാജ്യവും തന്നെ എയർഫോഴ്സിനൊന്നും ഉപയോഗിക്കേണ്ടി വരാറില്ല. എയർഫോഴ്സിനൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് വാറിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഫുൾ ഫ്ലഡ്ജ്ഡ് വാറിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള പല തീരുമാനങ്ങളും ഇന്ദിരാഗാന്ധി എടുത്തിട്ടുണ്ട്. അത് മുഴുവൻ തെറ്റായിരുന്നോ ശരിയായിരുന്നോ എന്നൊന്നും നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നില്ല. കാരണം ചില കാര്യങ്ങളിൽ ശരികളുണ്ട്. കാരണം ഇന്ത്യയിൽ അത്തരത്തിൽ അടിച്ചമർത്തിയില്ലെങ്കിൽ വലിയ തോതിൽ അത് പ്രശ്നമാകാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളൊക്കെ ആ കാലത്തുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ വസ്തുതയാണ്. അപ്പോൾ ഞാനതിൻ്റെ വിശകലനങ്ങളിലേക്ക് കിടക്കുന്നില്ല. ചില കാര്യങ്ങളിൽ എനിക്കെതിരെ അഭിപ്രായമുണ്ട്, ചില കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള അഭിപ്രായമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കിടക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ഒരു ഫുൾ ഫ്ലഡ്ജ് ഓപ്പറേഷൻ ആയിരുന്നു. അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷനിലേക്ക് ഒരു പൂർണ്ണമായും ഇന്ത്യൻ മിലിറ്ററി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് മിതമായി യഥാർത്ഥത്തിൽ ഈ പറയുന്ന പി ചിദംബരം പറഞ്ഞു വച്ചിട്ടുള്ളത്. ഇതും തീർച്ചയായിട്ടും തന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പറ്റിയ തെറ്റുകളും ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് പറ്റിയ തെറ്റുകളും ഒക്കെ എപ്പോഴും ഉയർത്തിക്കാണിക്കുന്ന തീർച്ചയായിട്ടും BJPക്കും അതുപോലെ സംഘപരിവാർ രാഷ്ട്രീയത്തിലൊക്കെ വലിയ തോതിൽ ഗുണകരമാകും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. 2008 ആക്രമണം തന്നെ നിങ്ങൾ അറിയേണ്ടത്, നേരത്തെ ഇന്ത്യ തിരിച്ചടിച്ചില്ല എന്ന് പറഞ്ഞാൽ 2008 ആക്രമണങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഏതാണ്ട് 170ഓളം പേർ കൊല്ലപ്പെട്ട താജ് കോട്ടലും അതുപോലെ തന്നെ ലിയോ കോൾഡ് കഫയും നരിമാൻ പോയിന്റും ഛത്രപതി ശിവാജി റെയിൽവേ സ്റ്റേഷനും ഒക്കെ ആക്രമിക്കുകയും നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും ഈ പറയുന്ന അജ്മൽ കസമിനെ പിടികൂടുകയും പിന്നീട് തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്ത ഓപ്പറേഷനാണ്. അപ്പോൾ അതിൽ ഇന്ത്യ തിരിച്ചടിച്ചില്ല എന്ന് പറയുന്ന കാര്യവും ഒക്കെ തന്നെ ഇന്ത്യക്ക് വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കും, പ്രത്യേകിച്ചും കോൺഗ്രസ്സിന് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ പറഞ്ഞത് രണ്ടും ഏതാണ്ട് യഥാർത്ഥത്തിൽ സത്യമാണ് എന്ന് തന്നെ നമ്മൾ വിചാരിക്കാം. ഇതെന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ് അടുത്തൊരു വിഷയം എന്ന് പറയുന്നത്. ഒന്ന്, അദ്ദേഹത്തിന് 80 വയസ്സായി. 80 വയസ്സായപ്പോൾ പോലും 2007 അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടുള്ള ഏറ്റവും പ്രമാദമായിട്ടുള്ള ഒരു കേസുണ്ട്. അത് INX മീഡിയ എന്ന് പറയുന്ന ഒരു കേസാണ്. അത് വെറും കേസല്ല, കാരണം PMLA ആക്ട് പ്രകാരമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി ലോണ്ടറിങ് ആണ്. ഇപ്പോഴാണെങ്കിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള, ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള വകുപ്പുകളിട്ടുള്ള ഒരു കേസാണ്. അതിൽ ഫോറിൻ എക്സ്ചേഞ്ച് ക്ലിയറൻസ് ഇദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ആ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ക്ലിയറൻസ് കൊടുത്തതിലൊക്കെ ഇറഗുലാരിറ്റീസ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. 2007 കാലഘട്ടത്തിൽ ഏതാണ്ട് 305 കോടി രൂപയുടെ ഇടപാടുകളാണ് നടന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിലുള്ള കാർത്തി ചിദംബരം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനും ആ കേസിൽ ഉൾപ്പെട്ടിരുന്നു. അപ്പം മകനെ അടക്കമുള്ള ആളുകളുടെ അടുത്ത് ഇത്തരത്തിലുള്ള കേസുകൾ പ്രകാരമുള്ള സമ്മർദ്ദം കൂടിയത് കൊണ്ടാണോ പി ചിദംബരം ഇന്ന് പറഞ്ഞേക്കണത് എന്ന് ചോദിച്ചേക്കണത് ഞാനല്ല. പകരം നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡറായിട്ടുള്ള കോൺഗ്രസിൻ്റെ സ്പോക്സ്മാൻ ആയിട്ടുള്ള റഷീദ് ആൽവി തന്നെ ചോദിച്ചേക്കുന്നത് ഇത്തരത്തിൽ ഈ പറയുന്ന സമ്മർദ്ദം കൊണ്ടാണോ, കേസുകളെ പേടിച്ചതുകൊണ്ടാണോ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി എന്ന് പറയുന്ന ഈ പറയുന്ന സുവർണക്ഷേത്രമൊക്കെ നിയന്ത്രിക്കുന്ന ഒരു കമ്മിറ്റിയുടെ തലവനായിട്ടുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഗുരുചരൺ സിംഗ് ഗ്രോവർ അദ്ദേഹം തന്നെ പറഞ്ഞേക്കുന്നത്, ചിദംബരം പറഞ്ഞേക്കുന്നത് ശരിയാണ്, ഇന്ദിരാഗാന്ധിയാണ് ഇതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്തം എന്നാണ്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി നമ്മുടെ ഈ പറയുന്ന ശശി തരൂരൊക്കെ പറയുന്നത് പോലെ അതിഗംഭീരമായിട്ടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്ത് കൃത്യമായിട്ടാണ് നമ്മുടെ പി ചിദംബരം പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പരിപൂർണമായി ഇന്ദിരാഗാന്ധിയെ കുറ്റപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല.
പകരം അന്നത്തെ മിലിറ്ററിയുടെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഇൻ്റലിജൻസിൻ്റെയും സിവിൽ സർവീസിൻ്റെയും എല്ലാം കൂടി തീരുമാനമായിരുന്നു എന്ന് പറയുമ്പോഴും ആ തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരിക തീർച്ചയായിട്ടും ഇന്ദിരാഗാന്ധിക്കും അതുവഴി ഇപ്പോഴത്തെ കോൺഗ്രസിനുമായിരിക്കും എന്നുള്ളതാണ് പ്രശ്നം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം മുത്തച്ഛിയെ പോലും കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പി ചിദംബരത്തെ ഇനി രാഹുൽ ഗാന്ധി എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇത് BJP പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു തിരക്കഥ കൂടി ഇതിൻ്റെ പുറകിലുണ്ടാകുന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം BJPയുടെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ ഇമേജ് കഴിഞ്ഞ ഈ 2024 ഇടിഞ്ഞു എന്ന് നമുക്കറിയാം. 60ഓളം സീറ്റുകൾ കുറഞ്ഞു എന്നറിയാം. അതിനുശേഷം ആ ഇമേജും മോദി ബ്രാൻഡും തകരുകയാണ് എന്ന് പറയുന്ന വലിയ ഫീലിംഗ് ഉണ്ട്. ആ തകരുകയാണ് എന്ന് പറയുന്ന ഫീലിംഗിൽ നിന്ന് രക്ഷപ്പെടാൻ BJPയുടെ ഭാഗത്തു നിന്നുള്ള മറ്റു പല പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും സാധ്യമാകുന്നില്ല എന്ന് പറയുന്ന തിരിച്ചറിവ് BJPക്ക് ഉണ്ടാവുകയും യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയുള്ള ഇത്തരത്തിലുള്ള ചില നേതാക്കന്മാരെങ്കിലും കിട്ടുമെങ്കിൽ അവരെ കൊണ്ട് ചില ശരികൾ പറയിപ്പിച്ചാലെങ്കിലും കൃത്യമായിട്ട് ഈ പറയുന്ന ഒരു ഇമേജ് ടാർണിഷ് ചെയ്യാൻ കോൺഗ്രസിൻ്റെ വളർച്ചയെ തടയാൻ ശ്രമിക്കുമോ എന്നുള്ള വലിയ ഒരു ശ്രമമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അമിത്ഷാ മുസ്ലിങ്ങളുടെ നമ്പർ വളരുന്നുവെന്നും അതുപോലെ മായാവതി വന്ന് BJPയെ പുകഴ്ത്തുന്നതിലൂടെ ഒക്കെ സാധിച്ചിട്ടുള്ളത്. അതിനെ രണ്ടിനെയും കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ അതുകൊണ്ട് അതേ ശ്രമം തന്നെ കോൺഗ്രസിനകത്ത് നിന്നുള്ള ചില നേതാക്കളെ കൊണ്ട് ഇത്തരത്തിൽ ഇന്ദിരാഗാന്ധിയെയും അതുപോലെ തന്നെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനെയും കൃത്യമായി പറഞ്ഞാൽ തിരിച്ചടിക്കാത്തതിനെക്കുറിച്ചുമൊക്കെ തന്നെ സംസാരിപ്പിക്കുമ്പോൾ അത് വലിയ തോതിൽ നേട്ടമാകും. ഇതേ സൈഡിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെയും ഇന്ത്യൻ നയതന്ത്രജ്ഞതയുടെ മികവിനെക്കുറിച്ചുമൊക്കെ തന്നെ ശശി തരൂർ പുകഴ്ത്തുകയും ചെയ്യുന്നത് വ്യക്തമായ അജണ്ടകളോടുകൂടിയാണ്. ആ അജണ്ടകളുടെ തിരക്കഥകൾ കൃത്യമായി എഴുതപ്പെടുന്നത് സംഘപരിവാറും BJPയും നരേന്ദ്രമോദിയുമാണ്.